വിജ്ഞാനമയ കോശത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം നമ്മളോട് എന്താ പറയുന്നത്? ഈ കോശങ്ങളൊന്നും സത്യമല്ല, കോശങ്ങളൊന്നും ആത്മാവുമല്ല. കാരണം ആത്മാവിൻ്റെ ഗുണമല്ല കോശങ്ങൾക്കുള്ളത്. ആത്മാവിന് മാറ്റമില്ല, കോശങ്ങൾക്ക് മാറ്റമുണ്ട്. വിജ്ഞാനമയം, അഹങ്കാരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണെന്ന അഹങ്കാരവും, വലുതാകുമ്പോൾ ഞാൻ വൃദ്ധനാണെന്ന അഹങ്കാരവും ഉണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ മലയാളിയാണ്, ഞാൻ പഞ്ചാബിയാണ്, അങ്ങനത്തെ അഹങ്കാരം മാറിക്കൊണ്ടിരിക്കണം അല്ല. ഇല്ലെങ്കിൽ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിം. നമ്മുടെ അഹങ്കാരത്തിൽ മാറുന്നുണ്ട്. ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ പണക്കാരനാണ്. മാറ്റമുള്ളതൊന്നും ആത്മാവല്ല. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ആത്മാവല്ല. ഇതാണ് വേദാന്തം നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം. മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പുക പോലെ ഒരു സാധനം ഉയർന്നു പോയോ, കുമിള പോലെ ഒരു സാധനം ഉയർന്നു പോയോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഉണ്ടെങ്കിലല്ലേ ഉയർന്നു പോവുള്ളൂ. ഉള്ളത് അജ്ഞാനമാണ്. ഞാൻ എന്ന അജ്ഞാനമാണ് നമ്മളുടെ പ്രശ്നം. അതാണ് ഈ അഹങ്കാരമായിട്ടും അഹങ്കാര മമതകളായിട്ടും കർത്തൃത്വ ഭോക്തൃത്വങ്ങളായിട്ടൊക്കെ നമ്മൾ ഞാൻ 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 എന്ന് പറയുന്നു. ഈ ഞാൻ എന്ന് പറയുന്നതിന് നമ്മൾ സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ ജീവത്വം, ജീവൻ എന്നുള്ളത് ദൃശ്യമാണ്, ദ്രഷ്ടാവല്ല. അതിനെ കാണുന്ന ഒരാൾ വേറെ ഇരിക്കുന്നുണ്ട്. ദൃശ്യമായതൊന്നും സത്യമല്ല. അതാണ് ദൃഗ്ദൃശ്യ വിവേകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം എവിടെ നിന്ന് വന്നു? ഞാൻ എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാണെങ്കിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അതുണ്ട് എന്ന നമ്മൾ അനുഭവമുണ്ട്. അതൊരു വലിയ അന്വേഷണമാണ്. ഈ അന്വേഷണത്തിനെയാണ് നമ്മൾ ആത്മാന്വേഷണം എന്ന് പറയാം. എന്നിലെ ഞാൻ ആരാണ്? ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. എന്നിലെ ഞാൻ എന്താണ്? ഈ ഒരു ചോദ്യം, ഹൂ ആം ഐ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ, എന്നിലെ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ, ആ ഞാൻ ജീവത്വം, ജീവൻ എന്ന ആ അഹങ്കാരം ഇല്ലാണ്ടാവും. അത് ബ്രഹ്മത്തിൽ ലയിക്കും. ആത്മാന്വേഷണം ഇങ്ങനെ വരും. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പ്രതിബിംബവാദം എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിബിംബവാദം, അതാണ് ജീവൻ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിൽ കണ്ണാടിയിൽ ഞാനുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല. പക്ഷെ അത് ഉണ്ട് എന്നെൻ്റെ അനുഭവമാണ്. ഞാൻ ഇളകുമ്പോൾ അത് ഇളകുന്നുണ്ട്, ഞാൻ ചിരിക്കുമ്പോൾ അത് ചിരിക്കുന്നുണ്ട്. കണ്ണാടിയിൽ ഞാനുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ഞാനാണോ എന്ന് വെച്ചാൽ അല്ല, ഞാനേ അല്ല. നമ്മളിത് ഭഗവത്ഗീതയിൽ ഊർധ്വമൂലം അധശാഖം അശ്വത്വം പ്രാഹുരവ്യം, ജഗത്തിനെ തലകീഴായിരിക്കുന്ന ഒരു അശ്വത്വമായിട്ട് പറയുന്നുണ്ട് ഭഗവത്ഗീത. പ്രതിഫലനം, പ്രതിബിംബവാദം എന്ന് പറയും. ആത്മാവ്, അതായത് പരമാത്മാവ്, ഈ അന്ധകരണത്തിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ജീവത്വം. ജീവൻ എന്നുള്ളത് റിഫ്ലക്ഷനാണ്, പ്രതിഫലനം. പ്രതിഫലനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും ഉണ്ട് എന്ന അനുഭവമുള്ളതാണ്. ഒന്നുകിൽ ഈ കണ്ണാടി പൊട്ടിയാൽ ഞാനില്ല, നമ്മളുടെ പ്രതിഫലനം അവിടുന്ന് പോകും. കണ്ണാടി പൊട്ടിയാൽ. ഇല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നിന്ന് മാറി നിന്നാൽ ആ പ്രതിഫലനം ഉണ്ടാവില്ല. രണ്ടവസ്ഥയാണ്. വസ്തു എപ്പോഴും ഉണ്ട്. എന്തിൻ്റെ പ്രതിഫലനമാണോ അതെപ്പോഴുമുണ്ട്. ഇത് നമ്മുടെ നിത്യജീവിതം. നമ്മൾ കണ്ണാടിന് മുന്നിലില്ല. പലരും കണ്ണാടിൻ്റെ മുന്നിൽ ഒഴിയേയില്ല. അവിടെ തന്നെയാണ് അവർ സ്ഥിരതാമസം, കണ്ണാടിൻ്റെ മുന്നിൽ. ഇവിടെ നമ്മൾ നോക്കാനുള്ളത്, ഈ കണ്ണാടിയുടെ സ്ഥാനത്ത് നമ്മളുടെ അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും കൂടി ചേരുന്നത്, അന്ധകരണത്തിന് എടുത്തു വെക്കുകയാണ്. ഈ അന്ധകരണം എപ്രകാരം ഇളകിക്കൊണ്ടിരിക്കുമോ അപ്രകാരം ഞാൻ എന്ന പ്രതിഫലനം, ജീവൻ ഇളകിക്കൊണ്ടിരിക്കും. ഇളക്കം ആക്ച്വലി സംഭവിക്കുന്നത് അന്ധകരണത്തിനാണെങ്കിലും അനുഭവിക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത് ജീവനാണ്. ഇത് നമ്മളൊക്കെ നിത്യജീവിതമാണ്. ജീവൻ ആത്മാവാണെങ്കിൽ അതിന് മാറാനേ പാടില്ല. എപ്പോഴും ആനന്ദ സ്വരൂപമായിട്ടിരിക്കണം. അങ്ങനെയാണോ? ജീവൻ ആത്മാവിനെ ആനന്ദത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ജീവൻ ആത്മാവല്ല എന്നാണ്.
ആത്മാവല്ലാത്തതൊക്കെ അസത്യമാണ്, ഇല്ലാത്തതാണ്, ഉണ്ട് എന്ന് തോന്നുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ജീവൻ എന്നൊരു പദത്തിനെ നമ്മൾ വേണ്ട വിധം വിശകലനം ചെയ്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭ്രമിച്ച് നടക്കുന്നത്. അത് കാരണം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു, ഈ പ്രതിബിംബത്തിനെ, ജീവൻ എന്ന ഈ പ്രതിബിംബത്തിനെ എന്താണ് എന്ന് അന്വേഷിക്കും. ഇത് എവിടെ നിന്ന് വന്നു? അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വന്നു. ഏതെങ്കിലും ദേഹവുമായിട്ടൊക്കെ ഒട്ടി നിൽക്കുമ്പോഴേ ഇതുള്ളൂ. സ്ഥൂല ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ, അന്നമയ കോശം, സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ അന്നമയ കോശവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നു. ഞാൻ ജാഗ്രത അവസ്ഥ കാണുന്നു, ജാഗ്രത അവസ്ഥയിൽ ലോകത്തെ കാണുന്നു. ഇത് നമ്മൾ മനോമയം പറഞ്ഞപ്പോൾ ലോകം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു, അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കും. ഞാൻ എന്നെ തന്നെ ജാഗ്രത അവസ്ഥയിൽ കാണുന്നു. അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി നല്ലത്. സൂക്ഷ്മ ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിലോ സ്വപ്നലോകം കാണുന്നു. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ഞാൻ എന്ന അഹങ്കാരം നമ്മളുണ്ട്. എനിക്കൊരു ലോകമുണ്ട്, അവിടെ ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവിടെ എനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ജീവത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ജീവത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ജീവനല്ല. അപ്പം ഈ മരണം എന്നൊരു സംഭവം, നമ്മളിപ്പോൾ സാറിന് മരിച്ചു പോയി, ജീവൻ പോയി, 1-ാം ദിവസം ഇന്ന സ്ഥലത്ത്, 2-ാം ദിവസം ഇന്ന സ്ഥലത്ത്, 11-ാം ദിവസം ഇന്ന സ്ഥലത്ത്, പിന്നെ കൊല്ലം അവിടുന്ന് തിരിച്ചു വരും, കാക്കയായിട്ട് വരും, ചോറുണ്ണാൻ വരും, അല്ലേ? ആചാരങ്ങളൊക്കെ ഓക്കെ. ആചാരങ്ങൾ നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? ഈ പോയി വരുന്നോ ഇല്ലെങ്കിൽ പിതൃലോകത്ത് പോയി എന്ന് പറയുന്ന ജീവൻ ആരാണ് എന്ന് ജീവിച്ചിരിക്കുന്നവർ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അതിന് പകരം നമ്മളിതൊക്കെ ഒരു പ്രൊജക്റ്റാക്കി വെക്കും. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ബലിയിടും, പിന്നെ വർഷത്തിലൊരിക്കൽ ബലിയിടും, ശ്രാദ്ധമാണ് എന്ന് അവർ വന്നിട്ട് അനുഗ്രഹിച്ചു പോയി, കാക്ക കൊത്തി തിന്നു പോയി. നമുക്ക് മനസ്സമാധാനമുണ്ട്, ചെയ്യുന്നവർക്കാണ് മനസ്സമാധാനം. നമ്മൾ വിശ്വസിക്കണം ഇത് എൻ്റെ മരിച്ചുപോയ വളരെ പ്രിയപ്പെട്ട ഒരാൾ, ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ വന്നു എൻ്റെ ശ്രാദ്ധം സ്വീകരിച്ചു കൊണ്ടുപോയി എന്ന് വിശ്വാസത്തിൽ നിന്നുണ്ടാവുന്ന മനസ്സമാധാനം ചെയ്യുന്ന വ്യക്തിക്കുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ആചാരങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ആചാരങ്ങൾ ചെയ്യുമ്പം തത്വങ്ങൾ ഓർമ്മിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ കാക്കയ്ക്ക് ബലി കൊടുക്കുമ്പോഴോ ശ്രാദ്ധം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ തർപ്പണം ചെയ്യുമ്പോഴോ പിണ്ടം വെക്കുമ്പോഴൊക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിലെ ജീവൻ എന്താണ്, അതും കൂടി അന്വേഷിക്കണം. അതിൻ്റെ കൂടെ എല്ലാ ആചാരങ്ങളും ആത്മാന്വേഷണത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു കാക്ക വന്നിട്ട് പിണ്ടം കൊത്തി തിന്നു എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ ബലിയിട്ടു, പിണ്ടം കൊത്തി തിന്നു, ബലിയിട്ട ആൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ഞാൻ ആരെ സങ്കല്പിച്ച് ചെയ്തുവോ അവർ പിതൃലോകത്തുനിന്ന് വന്നു എൻ്റെ കർമ്മങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ശ്രാദ്ധമൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി, അല്ലേ, അവിടെ വല്ല അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കാനോ പപ്പടം ഉണക്കാനോ അല്ലെങ്കിൽ നെല്ല് വിത്തിന് ഇടാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെതറിയിട്ടെന്ന് വിചാരിക്കാം. ഇതേ കാക്ക വന്ന് കൊത്തി തിന്നു, എന്തായിരിക്കും നമ്മളെ റെസ്പോൺസ്? മുത്തച്ഛന് താ നെല്ല് കൊത്തി തിന്നാമെന്ന് ആരെയും പറയും? ആരും പറയില്ല. മുത്തച്ഛൻ അങ്ങോട്ട് വരാതിരിക്കാൻ കുടയൻ്റെ കീറിയ കഷ്ണമോ കുടയൻ്റെ തുണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പം നമുക്ക് ഈ ശ്രദ്ധ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം നമ്മൾ അതിനെ പിതൃക്കളായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്തു, അതിൻ്റെ ഒരു സമാധാനം ചെയ്യുന്ന വ്യക്തിക്കുണ്ട്. അത് കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുക. ശാന്തി സമാധാനത്തിനൊക്കെ ആചാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ജീവത്വം എന്നുള്ളത് അജ്ഞാനമാണെന്നും കൂടി ഓർമ്മിക്കുക. പല പല ജീവന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ് വിജ്ഞാനമായ കോശത്തിലെ ജീവൻ ആത്മാവല്ല എന്ന് പറയുന്നത്. പരിച്ഛിന്നത്വം ഉള്ളതൊന്നും ആത്മാവല്ല. ആത്മാവൻ നമ്മളെന്താ പറയാ, പരിച്ഛേദ ശൂന്യമാണെല്ലാം, അല്ലേ? നമ്മളിത് ഇതിൽ കണ്ടു, സത്യജ്ഞാനമനന്തം ബ്രഹ്മ. അതിൽ വസ്തുപരിച്ഛേദ ശൂന്യം, കാലപരിച്ഛേദ ശൂന്യം എന്നൊക്കെ നമ്മൾ കണ്ടു. ദേശപരിച്ഛേദ ശൂന്യം, അതാണ് ആത്മാവിൻ്റെ ലക്ഷണം പറഞ്ഞത്. ഇവിടെ ഓരോ ജീവനും ഉണ്ട് എന്ന് പറയുമ്പോൾ ജീവന് പരിച്ഛേദം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ജീവൻ ആത്മാവല്ല. ആത്മാവൊന്നും അല്ലാത്തൊന്നും ഇല്ല, ഉണ്ട് എന്ന അനുഭവമാണ്. വിവർത്തം എന്നാ പറയാം.
രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയും ഉപനിഷത്തുക്കൾ. രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഒരു കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുക. ആ തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം ആ കയറിനെ പാമ്പിനെ മാത്രമേ നമ്മൾ കാണുള്ളൂ. എന്നാൽ ഇത്തിരി വെളിച്ചം കൊണ്ടുവന്ന് നോക്കി അത് കയറാണെന്ന് മനസ്സിലായാലോ പിന്നെ അത് കയറ് തന്നെ, അതൊരിക്കലും പാമ്പാണെന്ന് നമുക്ക് തോന്നിയില്ല. നമുക്ക് ആ കാരണം അത് സത്യം കണ്ടു. അതുപോലെ ബ്രഹ്മത്തിൽ ജഗത്ത് വിവർത്തമായിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ വിജ്ഞാനമയ കോശം, അഹങ്കാരം, ഈ അഹങ്കാരം ചേർന്ന് നടക്കുന്ന കർമ്മങ്ങളെല്ലാം കർത്തൃത്വമുള്ള കർമ്മങ്ങളെല്ലാം കർമ്മവാസനകൾക്ക് കാരണമാവുന്ന കർമ്മങ്ങളെല്ലാം സംസാരത്തിന് കാരണമാവുന്ന കർമ്മങ്ങൾ. അത് കാരണം സംസാരം ജീവിതത്തിന് കാരണമാകുന്നത് വിജ്ഞാനമയ കോശം ആണ്. വിജ്ഞാനമയ കോശത്തിലെ ജീവത്വത്തിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ മാറ്റും? സാധനകളിലൂടെ, അറിവിലൂടെ അതല്ല എന്ന് ബോധിക്കും തന്നെയാണ് മാറ്റം. മാറ്റിക്കഴിഞ്ഞാൽ സംസാര ജീവിതം തുടരില്ല. പിന്നെ അങ്ങനൊരു അനുഭവമില്ല. ഇത് നമുക്കറിയാം, അഹങ്കാരം ഉള്ളപ്പോഴേ നമുക്ക് അനുഭവങ്ങളില്ല. നല്ല ഉറക്കം, അതാണ് എപ്പോഴും ഉദാഹരണം പറയാം. നല്ല ഉറക്കത്തിൽ നമുക്ക് ഒരു അനുഭവമില്ല, അനുഭവങ്ങളൊന്നുമില്ല എന്ന അതിന് അജ്ഞാനം എന്ന് പറയാം. അനുഭവങ്ങളൊന്നുമില്ല എന്നൊരനുഭവം അവിടെയുണ്ട്, ആനന്ദാനുഭവം ഉണ്ട്, നമ്മൾ ആസ്വദിക്കേണ്ട ഉറക്കം അതുണ്ട്. അല്ലാത്ത സുഖദുഃഖങ്ങൾ, ദ്വന്ദ്വാനുഭവങ്ങൾ, എക്സ്ട്രീംസ്, ലാഭം നഷ്ടം, സുഖം ദുഃഖം, ഈ വക അനുഭവങ്ങളൊന്നും നല്ല ഉറക്കത്തിലില്ല, ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി അവസ്ഥയിലില്ല. കാരണം അവിടെ അഹങ്കാരം ഇല്ല. ഈ വിജ്ഞാനമയ കോശം മനോമയത്തിലും അന്നമയ കോശത്തിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്നത് കാരണം ഇവിടെ നടക്കുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു വിചാരിക്കും. ഇതിൻ്റെ ഒരു സ്റ്റേജും കൂടി ഉണ്ട്. നമ്മൾ കണ്ടു, മനസ്സാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ലോകത്തിനെ സൃഷ്ടിക്കുന്നത് മനസ്സാണ്, വസ്തുക്കളായിട്ട് കാണുന്നത്. ഈ വസ്തുവിനൊക്കെ ചൈതന്യമുണ്ട്, അതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് ഞാൻ ചെന്ന് ചേരുമ്പോഴാണ്. അപ്പോഴേ നമുക്ക് വസ്തുവിൻ്റെ അനുഭവമുള്ളൂ, വസ്തു അനുഭവം. ഈ ഇന്ദ്രിയങ്ങൾ സ്വതവേ ജഡമാണ്. അത് പ്രവർത്തിക്കണമെങ്കിൽ വിജ്ഞാനമായി ഞാൻ ചേരണം. വിജ്ഞാനമായി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല. ഇതാണ്. അപ്പോൾ ഈ ലോകാനുഭവങ്ങൾ ഉണ്ടാവുന്നത്, സങ്കല്പിക്കുന്നത് വിജ്ഞാനമയത്തുനിന്നാണ്. ഈ ജഗത്ത്, ജഡമായിരിക്കുന്ന ജഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വിജ്ഞാനമയാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആവും. ഇതെവിടെ കാണും? ഭാഗവതത്തിൽ ഇത് കാണും. ഭഗവാനൊക്കെ സൃഷ്ടിച്ചു, അതെല്ലാം ജഡപ്രകൃതിയായിരുന്നു. ഇന്ദ്രിയങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ചൈതന്യമില്ല. അപ്പോൾ ഭഗവാൻ അനുപ്രവേശിച്ചു, അങ്ങനെ വാക്ക് തന്നെ. ആ വസ്തുക്കളിലേക്ക് ഈ ഭഗവത് ചൈതന്യം വന്നു. ഇവിടെ വന്ന ചൈതന്യം ഈ പറഞ്ഞ പ്രതിബിംബമാണ്. റിഫ്ലക്ഷൻ ലൈറ്റ് ഉണ്ട്, അനുഭവങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മൾ നല്ല ഇരുട്ടത്ത്, ഇല്ലെങ്കിൽ റൂമിനകത്ത് വെയിലില്ല എന്ന് വിചാരിക്കുക, ദൂരെ നമ്മളൊരു കണ്ണാടി കൊണ്ടുവച്ചു റൂമിനകത്തേക്കൊരു റിഫ്ലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ റൂമിനകത്തെ വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള കഴിവ് പ്രതിബിംബത്തിനുണ്ട്. ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവത്വമെങ്കിൽ ജീവത്വത്തിന് അനുഭവങ്ങളെ അനുഭവപ്പെടുത്താൻ, പ്രകാശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് ഈ പുരാണ രൂപത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴൊരു ചോദ്യം, ഈ നമ്മൾ ബാലകേന്ദ്രയിലൊക്കെ വരുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അല്ല സാർ, ഈ ഇന്ദ്രിയങ്ങൾക്കൊന്നും ചൈതന്യമില്ല, ജഡമാണ് എന്ന് പറഞ്ഞല്ലോ. അതെ, പിന്നെ അവരെല്ലാം കൂടി ഭഗവാന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു എന്നും പറയണു ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഭാഗവത്ത് പറഞ്ഞത്. ഈ ജഡമില്ലാത്ത ഇന്ദ്രിയ ശക്തികൾ പോയിട്ട് എങ്ങനെയാണ്, ജഡമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ പോയിട്ട് എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് എത്തുക? അതിന് ചലിക്കാൻ പറ്റില്ലല്ലോ. ആ ചോദ്യം ഒരു സൂപ്പർ ചോദ്യമാണ്. ഇതൊക്കെ ഭാഗവത കഥകൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ കാണാം അല്ലേ, നമ്മളെടുത്ത് ചിന്തിപ്പിക്കും എന്തായി പറഞ്ഞിരിക്കുന്നതെന്ന്. പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഈ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ ചൈതന്യം വരണം, ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കാം. മരിച്ചു പോയവരിൽ ഈ ചൈതന്യം അന്നമയ കോശത്തിൽ നിന്ന് വിജ്ഞാനമയം പൂർണ്ണമായി മാറിയിരിക്കണം.
അപ്പം അത് തീർച്ചയായിട്ടും ഇല്ലാണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവവും ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മളുടെ അറിവില്ലായ്മ കാരണം നമ്മൾ ജീവനാണ് ജീവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിജ്ഞാനമായ കോശത്തിനെ നമ്മൾ അറിയാതെ പോകുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വിജ്ഞാനമയ കോശമാണ്. വിജ്ഞാനമയ കോശത്തിനെ നമ്മൾ മറികടന്നാൽ രക്ഷപ്പെട്ടു.